നൂറ്റാണ്ടിൽ ഒരു വിജാതീയ സമ്പന്ന കുടുംബത്തിൽ ജനിച്ച പാന്തലയോൺ തൻ്റെ അമ്മയിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചുവെങ്കിലും അമ്മയുടെ മരണശേഷം ഉന്നത മെഡിക്കൽ വിദ്യാഭ്യാസം നേടുന്നതിനിടയിൽ യുക്തിചിന്തകളെ പിന്തുടർന്ന് ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിച്ചവനായിരുന്നു. ഇതറിഞ്ഞ തീക്ഷ്ണമതിയായ ഹെർമലാവോസ് ബിഷപ്പ് പാന്തലയോണിൻ്റെ അടുക്കൽ വരികയും രക്ഷയുടെ ശാസ്ത്രത്തെ നിഷേധിച്ച് നേടുന്ന വിജ്ഞാനവും സ്ഥാനമാനങ്ങളുമെല്ലാം വ്യർത്ഥമാണെന്ന് അവനെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് പാന്തലയോൺ മനസ്തപിക്കുകയും യേശുനാമത്തിൻ്റെ ശക്തിയാൽ ഒരു അന്ധന് സൗഖ്യം നേടിക്കൊടുത്ത് തൻ്റെ പിതാവിനെയും മാനസാന്തരത്തിലേക്ക് നയിക്കുകയും ചെയ്തു. തൻ്റെ സമ്പാദ്യം മുഴുവൻ അദ്ദേഹം ദരിദ്രർക്ക് വിതരണം ചെയ്തു. ചക്രവർത്തിയുടെ വൈദ്യനായി നിയമിക്കപ്പെട്ടിരുന്ന പാന്തലയോൺ ഡയോക്ലേഷ്യൻ ചക്രവർത്തിയുടെ മതപീഡന നാളുകളിൽ ബന്ധനസ്ഥനാവുകയും വിശ്വാസത്യാഗത്തിന് തയ്യാറാകാത്തതിനാൽ ശിരച്ഛേദം ചെയ്യപ്പെട്ട് വധിക്കപ്പെടുകയുമായിരുന്നു.